കുട്ടപ്പ നനഞ്ഞ തുണി നോക്കിക്കാതെ കാളെ കുളിപ്പിക്കടാ. കുളിപ്പിക്കല്ലേ വർക്കിച്ചോ? എനിക്കിന്ന് ഡബിൾ ഡ്യൂട്ടിയാ, വേറെ കിട്ടണം. വർക്കിച്ച കുട്ടപ്പൻ തേച്ച് വർക്കിച്ചന്റെ കാള തേഞ്ഞു പോവല്ലോ. കാണാം. കുട്ടപ്പനുള്ള ആമ്പയർ ഇല്ല, ഒന്നും തേഞ്ഞു പോവില്ല. കുട്ടപ്പ നീ തേക്ക്. കെട്ടിയവനിപ്പോഴും പേർഷ്യ തന്നെ ആണോ? അതെ. അവിടെ ഒട്ടകത്തിനെ തീറ്റുന്ന പരിപാടിയാ. അതെ, വീട്ടിലെ പശുവിനെപ്പോഴും കറവ ഉണ്ടോ അതോ വറ്റിയോ? വറ്റിയാലും ഇല്ലേലും താൻ ആ വഴിക്കൊന്നും വരണ്ട. എന്താടി പെണ്ണെ, നിന്റെ പശുവിന്റെ പ്രസവം നിർത്തിയോ? എടി നിന്റെ തുണിയല്ലേ കഴിഞ്ഞോ? എങ്കി വാ പോവാ. ഈ കാളയ്ക്ക് നിന്നെങ്കിൽ അഴുത്തോടുന്നു. എന്താ ചേച്ചി, ഞങ്ങൾ നിൽക്കുന്നോണ്ടാണ് കുളി നിർത്തി പോകുന്നത്? ഞങ്ങൾ കുളി നിർത്തി. മതി കാളയ്ക്ക്. ഇനി നീ ഒന്ന് തേച്ച് കുളിക്ക് കുട്ടപ്പ, വെളുക്കട്ടെ. വർക്കിച്ചോ, അതിനുള്ള സോപ്പിനെ കണ്ടുപിടിക്കണം. അല്ല വർക്കിച്ച, നിങ്ങളുടെ കാളയ്ക്കെന്താ രണ്ടു പാപ്പാമാര്? ഇതൊരു പ്രത്യേക ഒന്നാം പാപ്പ ഞാൻ, രണ്ടാം പാപ്പ അവൻ. എന്താ വർക്കിച്ച, മതിയാക്കിയോ? മതി, ഇന്നത്തേക്ക് ഇത് മതി. ഈ ഇറച്ചി അത്ര എല്ലാണല്ലോ. ഇത് മൂസാക്ക കൊണ്ടുവന്ന ഇറച്ചി തന്നെ. അയാളെ ഇറച്ചി കൊണ്ടിട്ട് എന്താ കാര്യം? അപ്പടിയല്ല, മുതലാളി പിടിച്ച് വിരട്ടിക്കാണും. അതാ നേരത്തെ പോയത്. അയാള് പോയോ വന്നോ എന്നതല്ല പ്രശ്നം, എല്ലല്ലേ പ്രശ്നം. എല്ലില്ലാത്ത ഒരൊറ്റ പശുവും കാളയും നമ്മുടെ നാട്ടിലില്ല. ഇറച്ചി മാത്രം വെട്ടിയെടുത്ത് എക്സ്റേ എടുത്തോലെ മാടിനോ കൂടാൻ പറ്റുമോ? മൂസ എല്ലില്ലാത്ത ഇറച്ചി തേടി പോയതായിരിക്കും. ഓ, ഇന്നലെ ഇറച്ചിയിലെ എല്ല് കടിച്ച് എന്റെ വായിലെ പല്ല് പോയി. അതും ലാഭം. പല്ല് പൊറപ്പിക്കാൻ 50 കൊടുക്കണ്ടേ? ഞാൻ പോവാ. എന്റെ മറ്റൊരു കുപ്പി, ഒരു കപ്പ, ഒരു ചാള. കാളയ്ക്ക് എന്തെങ്കിലും മേടിക്കണം. അളന്നത് മതി, 2 രൂപ ഇതാ. വർക്കിച്ചിന് കുറച്ചല്ലേ കഴിച്ചുള്ളൂ. വർക്കിച്ചിന് മേലായിരിക്കും. ഓ, മേലാനിട്ടൊന്നുമല്ലെന്നേ. ബാക്കി ഓമനയുടെയും കുട്ടപ്പന്റെയും വീട്ടിലുണ്ടായിരിക്കും. നല്ല സ്വയംഭവ സാധനം. പൗത്രേട്ടാ, നമ്മളെ മൂസാക്ക് എവിടെ പോയെന്ന് പൗത്രേട്ടൻ അറിയോ? ഞാനെങ്ങനെ അറിയാനാ? ആ വർക്കിച്ചന്റെ പുറകെ പോയിട്ടുണ്ട്. അതിനാ ഷാപ്പി വരാതെ പുറത്ത് ചുറ്റിക്കറക്കി നിന്നത്. ഓഹോ, അപ്പൊ അതാ കാര്യം. വർക്കിച്ചൻ ഭക്ഷിച്ചതിന്റെ ബാക്കി എല്ല് തിന്നാൻ പോയതായിരിക്കും. കുട്ടപ്പന്റെ കയ്യില് 100 പച്ചനോട്ട് മടക്കി വെച്ച തന്റെ പേരും വരും ഓമനയുടെ കണക്ക് പുസ്തകത്തില്. ആന വേറെ, അണ്ണാൻ വേറെ, നരി വേറെ, സുന്ദരി വേറെ. നാളെ ഇന്നലത്തെ പിന്നെ തരാം. ഇതല്ല അതിലും പാർത്ത പെണ്ണേ. വർക്കിച്ചിന് എന്താ വൈകുന്നേന്ന് ഞാൻ ഇപ്പൊ വിചാരിച്ചതേ ഉള്ളൂ. ലേശം തിരക്കിലായിരുന്നു. അപ്പോ കൈ കുറെ കാശ് കാണുമല്ലോ. അതിപ്പോ ചെലവാകുമല്ലോ. അതിന്റെ കെട്ടിയവനെന്തേ? വർക്കിച്ചോ, ഞാനിവിടെ ഉണ്ടേ. അടുക്കള ലേശം പണിയുണ്ടായിരുന്നു. ഇന്ന് കരിമീനാ. അതിരിക്കട്ടെ, ചവിട്ടിക്കലൊക്കെ ഉണ്ടായിരുന്നു. ഇടവ് മാസമല്ലേ, ഇത്തിരി കുറവാ. എന്നാലും 5-6 കോളം ഉണ്ടായിരുന്നു. ഇന്നേതാ, മൂപ്പ അതോ ഇളയതോ? നല്ല ഇളം പരുവം, അന്തിക്കള്ള. വർക്കിച്ചിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ച് ചെത്തിയാ. നീ ചെന്ന് വർക്കിച്ചിന് വേണ്ടി കരിച്ചു വെച്ച അല്ല പൊരിച്ചു വെച്ച കരിമീനും എടുത്തിട്ടോ. ചെല്ല് ചെല്ല്. ഞാൻ ചെത്ത് നിർത്തുക. ഉള്ളതുകൊണ്ട് ഇവിടെ കാണാൻ കഴിഞ്ഞു കൂടിയാലോ എന്ന് ആലോചിക്കുക. വെറുതെ കയറ്റം ഇറക്കം തന്നെ മിച്ചം. അധ്വാനിക്കാതെ ജീവിക്കാനും ഒരു യോഗം വേണമല്ലോ. അതാ നീ എവിടെ എന്തെടുക്ക? കപ്പ കരപ്പെട്ടിട്ട് പൊരിച്ചു മീനും എടുത്ത എന്നെ ഭയങ്കര പേടിയാ. വീട്ടിലെ തെങ്ങി എത്തിയിട്ട് എങ്ങനെയുണ്ട്? വല്ല ഗുണമുണ്ടോ? ഉണ്ടോന്നാ?
ആലീസിന്റെ കല്യാണക്കാരിയൊക്കെ എന്തായി? എന്താകാൻ, മതം മാറിയ ഒരു ക്രിസ്ത്യാനി കേട്ടപ്പോഴാണെങ്കിൽ ആഹാ. തള്ളിയത് എന്തായാലും നന്നായി. നമുക്ക് സത്യക്രിസ്ത്യാനികൾ മതി വർക്കിച്ച. ഓമന ഞാനിവിടെ ഇത്തിരി ഇപ്പൊ വേണ്ട. വേണ്ടെങ്കി വേണ്ട. ഞാൻ പോയി ഒരു പാക്കറ്റ് സിഗരറ്റ് വാങ്ങിച്ചോണ്ട് വന്നാലോ? അങ്ങ് ദൂരെ പോയി വാങ്ങിച്ചോണ്ടാ. അങ്ങൊന്ന് വാങ്ങിക്കാം. ആ, മുള്ളു നോക്കണേ. നടക്കുമ്പം മുള്ളു നോക്കണം. വഴിയില് നീയും കുടി എന്താ വർക്കിച്ച ഇത്? കുടിക്കണേ. ചോട്ടാൻ പോയിട്ടില്ല. നല്ല വേഗമുണ്ട് അവന്റെ കൊല. വർക്കിച്ച, ആ. ശ്ശോ, മതി. പറച്ചോനെ, ആരും കാണാത്ത സ്വർഗത്തിന്റെ വാതിൽ. പക്ഷേ എങ്കിൽ നമുക്കിപ്പോ അത് തുറക്കാൻ പറ്റൂല. നമുക്ക് നരകത്തിന്റെ വാതിൽ തുറക്കാം. ഈ 2 ബോംബും കൂടെ ഇന്ന് അവിടെ വർക്കി, നിന്റെ ഒറ്റയ്ക്കുള്ള ചാപ്പാട് ഞാനൊന്ന് നിർത്തും. ഞാനൊന്നും തന്നില്ല എന്ന് വേണ്ട. നീ പറഞ്ഞ പഞ്ചസാര എന്തേല് പിള്ളേർക്ക് ബീഫ് ഫ്രൈ ഉണ്ട്. ഞാനിത് മണിക്കുട്ടൻ കൊടുത്തിട്ട് വരട്ടെ. മണിക്കുട്ട, മണിക്കുട്ട. ഇതെന്താ? ഇത് ബ്ലൗസ്. അപ്പൊ ഇതോ? ഇത് ബ്ര. ഇതെന്താ? പഴം. ഇതൊക്കെ ആരുടെയാ? എനിക്കറിയില്ല, നിന്റെ അല്ലേ? നീ ഇതൊക്കെ എന്തായാലും എന്നെ കാണിക്കുന്ന ചോറ് വിളമ്പടി. ഇതൊക്കെ ആരുടേതാണെന്ന് ഇതിന് മറുപടി പറ. ഇതൊക്കെ നിങ്ങളുടെ സഞ്ചിക്കകത്ത് എങ്ങനെ വന്നതാ? എന്റെ സഞ്ചിക്കകത്തോ? അതെങ്ങനെ വന്ന? കണ്ടിട്ടും കേറി ഇറങ്ങുന്നതും പോരാതെ അവളുമാരെ ബ്ലൗസും ബ്രോയും ഒക്കെ എടുത്തോണ്ട് വരാനും തുടങ്ങിയോ? നാട്ടുകാർ പറയുന്നത് വെറുതെയല്ല. കുടിക്കുന്നതോ പോട്ടെ, കിട്ടുന്ന കാശ് മുഴുവൻ കണ്ടവളുമാര് പിടിച്ചു വാങ്ങിക്കല്ലേ. എന്റെ കൂടെ പൊറുക്കണമെങ്കിൽ നാടക്കി നിന്നോണം. വർക്കിക്ക് തോന്നുമ്പോ തോന്നുന്നിടത്ത് പോവും, തിരിച്ചിവിടെ തന്നെ വരും.